COVID-19 കൊറോണ വൈറസ് നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നിട്ട് 1 വർഷം കഴിഞ്ഞു. അപ്പോൾ നമുക്കറിയാം ഇടയ്ക്ക് വളരെ ആശങ്കപ്പെടുത്തുന്ന രീതിയിലൊക്കെ വന്നു. അതോടൊപ്പം തന്നെ പിന്നെ വാക്സിൻ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ലോക്ക്ഡൗൺ എല്ലാം മാറി. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കാതെ പോയ ഒരു കാര്യമുണ്ട്. ലോക്ക്ഡൗൺ കാലത്തൊക്കെ വളരെ ജാഗ്രതയോടെ മുന്നോട്ട് പോയ ഒരു സേനയുണ്ട്. അത് പ്രത്യേകിച്ച് പോലീസ് സേനയുടെ ഒപ്പം തന്നെ അവരോട് തോളോട് തോൾ ചേർന്ന് നിന്ന് പ്രവർത്തിച്ച ഒരു സേനയാണ് എക്സൈസ്. തീർച്ചയായിട്ടും ആ ദിവസങ്ങളിലൊക്കെ നമ്മൾ കേട്ടതാണ് മദ്യം കിട്ടാതെ മരിച്ചു, ആത്മഹത്യ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട്. ആ സമയങ്ങളിൽ പല സ്ഥലങ്ങളിലും കള്ളവാറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുമായിരുന്നു. കഞ്ചാവിൻ്റെ അതിപ്രശ്നമുണ്ടായിരുന്നു. അവിടെയൊക്കെ വളരെ ജാഗ്രതയോടെ ശ്രദ്ധയോടെ കരുതലോടെ മുന്നോട്ട് പോകാൻ എക്സൈസ് വകുപ്പിന് സാധിച്ചു. ഇനിയുള്ള ദിവസങ്ങളിൽ പ്രത്യേകിച്ച് മാതാപിതാക്കൾ അല്ലെങ്കിൽ സമൂഹം എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നമുക്ക് ചോദിച്ചറിയാൻ എന്നോടൊപ്പം ഇപ്പോൾ ഉള്ളത് എസ് ആനന്ദകൃഷ്ണൻ IPS സാറാണ്. സാർ എക്സൈസ് കമ്മീഷണറാണ്. സാറോട് ചോദിക്കാം, ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ എങ്ങനെയാണ് ജാഗ്രതയോടെ മുന്നോട്ട് പോകേണ്ടതെന്ന്. സാർ, എങ്ങനെയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ജാഗ്രതയോടെ മുന്നോട്ട് പോകേണ്ടത്? മനുഷ്യനുണ്ടായ കാലം തൊട്ട് ലഹരിക്കുള്ള ആവശ്യവും ലഹരിയോടുള്ള അടിമത്വവും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സമൂഹത്തിലുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ലഹരി എന്ന് പറയുന്നത് നമ്മൾ സമൂഹത്തിലുള്ള ഓരോ പൗരൻ്റെയും ഉത്തരവാദിത്വമാണ്. അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളിപ്പോൾ പൊതുവഴിയിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു അപകടംപ്പെട്ട ഒരാൾ കിടക്കുന്നത് കണ്ടാൽ അയാളെ എത്രയും പെട്ടെന്ന് അയാൾക്ക് സുരക്ഷ കൊടുക്കേണ്ടത്, അയാൾക്ക് ചികിത്സ കൊടുക്കാൻ ഉള്ള സാഹചര്യം ചെയ്യേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. പക്ഷേ പലപ്പോഴും നമ്മൾക്ക് നമ്മുടേതായ ധൃതികളും ആവശ്യങ്ങളും കൊണ്ട് പലരും അത്തരം ആൾക്കാരെ ഉപേക്ഷിച്ച് പോകുന്നതായിട്ടുള്ള കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ലഹരിയും ലഹരിയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. നമ്മുടെ ചുറ്റുപാടും നമ്മുടെ കുടുംബത്തിൽ പോലും ഈ ലഹരിയുടെ അടിമത്തത്തിൻ്റെയും ഒക്കെ ലക്ഷണങ്ങൾ നമ്മൾ പലപ്പോഴും കണ്ടെന്ന് വരാം. അപ്പോൾ പലപ്പോഴും നമ്മൾ അതിനെ പല കാരണങ്ങളും കൊണ്ട് അവഗണിക്കും. ഒന്ന് മാന്യത, ഇത് വെളിയിൽ അറിഞ്ഞാൽ എന്താ പ്രശ്നമാണ്, അല്ലെങ്കിൽ ഇത് ചെറിയ കാര്യമാണ്, അവനത് വളർന്നു വരുമ്പോഴത്തേക്കും ആ കുട്ടി അത് സ്വഭാവത്തിൽ നിന്ന് മാറിക്കോളും. അങ്ങനെ പല തരത്തിലുമുള്ള കാരണങ്ങൾ നമ്മൾ കണ്ടുപിടിച്ച് നമ്മൾ അതിനെ അവഗണിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ നമ്മുടെ കുടുംബത്തിന് പുറത്ത് കാണുന്നതാണെങ്കിലും അത് വേറെ ആരുടെയെങ്കിലും കുട്ടിയാണ് അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമാണ്, അവരുമായിട്ട് നമുക്കിപ്പോൾ കൊടുക്കൽ വാങ്ങലുകളൊന്നുമില്ല, അത് നമുക്കെന്താ നഷ്ടം? അപ്പോൾ അത്തരത്തിലുള്ള ചിന്തകൾ ഇക്കാര്യത്തിനെക്കുറിച്ച് പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ അപകടം പറ്റി കിടക്കുന്നത് ഇന്ന് നമുക്ക് പരിചയമില്ലാത്ത ഒരാളാണെങ്കിൽ നാളെ നമുക്ക് പരിചയമുള്ള ആളോ നമ്മളോ തന്നെ ആയിരിക്കാം. അപ്പം നമ്മൾ എങ്ങനെയാണ് മറ്റുള്ളവർ നമ്മളെ കെയർ ചെയ്യണമെന്ന് പ്രതീക്ഷിക്കുന്നത്? അതുപോലെ തന്നെയാണ് ഈ ലഹരിയുടെ കാര്യവും. നമ്മുടെ കുടുംബത്തിലും നമ്മുടെ കുട്ടികളുടെ ഇടയിലും നമ്മൾക്ക് വേണ്ടപ്പെട്ടവരുടെ ഇടയിലും ലഹരി രഹസ്യമായിട്ട് കടന്നു വരുന്നത് പലപ്പോഴും നമ്മൾ അറിയുന്ന വളരെ താമസിച്ചായിരിക്കും. അപ്പോൾ അത് വേണമെങ്കിൽ, അത് ഇല്ലാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രതിരോധം, നമ്മളെപ്പോഴും ജാഗരൂകരായിരിക്കണം. നമ്മുടെ കുടുംബത്തിലായാലും ശരി, സമൂഹത്തിലായാലും ശരി, ഇതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടാൽ അതിനോട് നമ്മൾക്ക് കഴിയുന്ന രീതിയിൽ പ്രതികരിക്കാൻ നമുക്ക് സാധിക്കണം. ഭൗതികമായിട്ട് അല്ലെങ്കിൽ ശാരീരികമായിട്ട് പ്രതികരിക്കണമെന്നല്ല പറയുന്നത്. ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ എത്തിക്കേണ്ടിടത്ത് എത്തിക്കുക. അതിന് ഒരു പ്രതിവിധി പോലീസോ എക്സൈസോ അല്ലെങ്കിൽ സർക്കാരോ അല്ലെങ്കിൽ മറ്റു സ്ഥാപനങ്ങളോ ആണ് ചെയ്യേണ്ടതെങ്കിൽ അവരെ ഈ വിവരം അറിയിക്കാനുള്ള ഒരു ചുമതല നമുക്കുണ്ട്. അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ വിപത്ത് നാളെ ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. നമുക്കും നഷ്ടങ്ങളും ദുഃഖങ്ങളും ഉണ്ടാക്കും എന്നുള്ളത് നമ്മളെല്ലാവരും ഓർമ്മിക്കണം. ഇതൊരു സാമൂഹിക പ്രതിബദ്ധതയാണ്. സാമൂഹിക പ്രതിരോധം ഉണ്ടെങ്കിലേ ഇതിനെ പ്രതിരോധിക്കാൻ കഴിയുള്ളൂ. ഇതാണ് ചുരുക്കത്തിൽ ലഹരിയെക്കുറിച്ച് പറയാൻ പറ്റും. കുറ്റകൃത്യങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ചുള്ള വിവരങ്ങൾ കിട്ടിയാൽ വിളിക്കേണ്ടത് 9447178000 എന്നുള്ള നമ്പർ ഞങ്ങളുടെ എക്സൈസ് ഹെഡ്ക്വാർട്ടേഴ്സിലെ നമ്പറാണ്. അതിൽ വിളിച്ചാൽ രഹസ്യമായിട്ട് വിവരങ്ങൾ കൈമാറാം. ഞങ്ങൾ പരിശോധിച്ച് വേണ്ടത് ചെയ്യും. പിന്നെ കൗൺസിലിംഗ് സെൻറ്റേഴ്സ്, ഇതിൻ്റെ അടിമത്തത്തിൻ്റെ പ്രശ്നങ്ങളോ ആരോഗ്യ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ 14405 ആ നമ്പറിൽ വിളിച്ചാൽ ഞങ്ങളുടെ കൗൺസിലിംഗ് സെൻറ്റർ കിട്ടും. പിന്നെ ദയവേത് ഞങ്ങളുടെ വെബ്സൈറ്റ് നോക്കുക. അതിൽ എല്ലായിടത്തെയും വ്യത്യസ്തമായ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും സഹായം ആവശ്യമുണ്ടെങ്കിൽ സഹായത്തിനായി കൈനീട്ടുക, ഞങ്ങളുണ്ട്.